എൻ്റെ മകൾക്ക് ഞാൻ ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു ഭർത്താവ് വേണം അവളെ സംരക്ഷിക്കാൻ എന്ന ചിന്തയൊന്നും എനിക്കില്ല. വിദ്യ പഴയതുപോലെ ആക്റ്റീവ് ആയതിനു ശേഷം അവളെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അതിന് ഞാൻ വിദ്യയെ പ്രോത്സാഹിപ്പിക്കും. അതിപ്പോൾ വിവാഹം കഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ. അച്ഛൻ പറഞ്ഞത് ശരി. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ബാംഗ്ലൂരിലെ പ്രോജക്റ്റുകളുടെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ മീരയോട് പറഞ്ഞിരുന്നു. അവൾ എന്തൊക്കെയോ സൂപ്പർവൈസറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നഷ്ടത്തിലായിരുന്ന ഇവിടുത്തെ പ്രോജക്റ്റ് ലാഭമാക്കിയത് മീരയല്ലേ? അപ്പോൾ അവൾക്ക് ബാംഗ്ലൂർ പ്രോജക്റ്റും നോക്കാൻ സാധിക്കാതെ വരില്ല. ഇവിടത്തെ പോലെ അല്ലല്ലോ അമ്മേ. ബാംഗ്ലൂർ ഞാൻ ശ്രമിച്ചിട്ട് പോലും വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ മീരയെ കൊണ്ട് സാധിക്കണമെന്നില്ലല്ലോ. അത് ശരിയാണ് എന്ന് കരുതി ശ്രമിക്കാതിരിക്കരുതെന്ന് തന്നെയാ എൻ്റെ അഭിപ്രായം. അതുകൊണ്ടല്ലേ ഞാൻ മീരയോട് നോക്കാൻ പറഞ്ഞത്. ബാംഗ്ലൂർ സൂപ്പർവൈസറാണ്. ഹലോ, ആ അതെ, വിളിച്ചിരുന്നു അല്ലേ? ആ ആണോ? ആ വെരി ഗുഡ്. ശരിയെങ്കിൽ പിന്നെ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഓക്കെ. ഒരു സന്തോഷ വാർത്ത ഉണ്ടമ്മേ. അത് നിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. എന്താ മോനെ കാര്യം? ബാംഗ്ലൂർ പ്രോജക്റ്റ് ലാഭത്തിലേക്ക് പോവാണെന്ന്. ആഹാ, അതെങ്ങനെയാ ഇത്ര പെട്ടെന്ന്? മീര സൂപ്പർവൈസറെ വിളിച്ച് സംസാരിച്ചിരുന്നില്ലേ? അവള് പറഞ്ഞ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയപ്പോഴാണ് പ്രോജക്റ്റ് ലാഭത്തിലേക്ക് പോയത്. ഓ, അപ്പോ മീര മിടുക്കിയാണല്ലോ മോനെ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ കഴിവുകൾ മീരയ്ക്കുണ്ട് അല്ലേ? അതെ അമ്മേ. നമ്മുടെ കമ്പനിയിലേക്ക് മീര തിരഞ്ഞെടുത്തത് അമ്മയായിരുന്നില്ലേ? അപ്പോ അമ്മയ്ക്കും എനിക്കും തെറ്റിയില്ല. ഓഫീസ് കാര്യത്തിലും ജീവിതത്തിലും അവള് 100% വിജയം തന്നെയാ. അതെ, നമ്മുടെ അബിയുടെ സ്വഭാവം നിനക്കറിയാവുന്നല്ലേ. ആരെ ഒരു കാര്യത്തിനും പുകഴ്ത്തി പറയാത്ത ആളാണ് അബി, പ്രത്യേകിച്ച് മീരയെ. മീരയുടെ കുറ്റങ്ങൾ തപ്പി നടന്ന ആളല്ലേ അവൾ. ഇപ്പൊ മീരയെക്കുറിച്ച് പറയാൻ 100 നാവാ. മീര കാരണമാണ് അവൾക്ക് വലിയ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ പറ്റിയതെന്നാണ് അവൾ പറയുന്നത്. അത് മീരയുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണമ്മേ. അഭി മീര എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടെന്നും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും അഭിക്ക് ഒരു ആവശ്യം വന്ന് സഹായം ചോദിച്ചപ്പോൾ യാതൊരു മടിയും പറയാതെ സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുകയാണ് മീര ചെയ്തത്. മീരയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ചെയ്യൂ? അത് ശരിയാ. ഞാൻ ആ കാര്യം അബിയോടും പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. പരസ്പരം സഹായിച്ച് സ്നേഹിച്ചും ഒരുമിച്ച് നിൽക്കേണ്ടവർ. നമ്മൾ ഒന്നിച്ചു നിന്ന അതിന്റെ പ്രയോജനവും നമുക്ക് തന്നെയാ. ഞാനോ മീരയോ മനഃപൂർവ്വമായിട്ടൊരു പ്രശ്നത്തിനും പോകില്ല എന്ന് അമ്മയ്ക്കറിയാലോ. ഓരോ തവണയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കിയവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ മനസ്സ് മനസ്സിലാവാതെ വഴക്കിട്ടതും പ്രശ്നങ്ങൾ വഷളാക്കിയതും അഭി മാത്രമാണ്. അഭിയുടെ തെറ്റും കുറ്റങ്ങളും ക്ഷമിക്കേണ്ടത് നീയും മീരയാണ്. മീര അതിനുള്ള പക്വത എല്ലാ കാര്യത്തിലും കാണിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അഭിക്ക് പോലും മീരയോടുള്ള അഭിപ്രായം മാറിയത്. സത്യം പറഞ്ഞ നീയും അഭിയും തമ്മിൽ പിരിയുമോ എന്നതായിരുന്നു മറ്റെന്തിനേക്കാളും എന്നെ വേദനിപ്പിച്ച കാര്യം. പക്ഷേ ഇപ്പൊ എനിക്ക് ആ ടെൻഷനില്ല. ഇപ്പൊ ഈ കുടുംബം എല്ലാ രീതിയിലും ഒരുമിച്ച് സ്നേഹത്തോടെ കൊണ്ടുപോകാനുള്ള മിടുക്ക് മീരയ്ക്കുണ്ട്. അത് ശരിയാ. ബാംഗ്ലൂർ പ്രോജക്റ്റിൽ ഇടപെട്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്ര പെട്ടെന്നൊരു സൊല്യൂഷൻ മീരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ആ എന്താ അമ്മയും മോനും വലിയ സന്തോഷത്തിലാണല്ലോ. ആന്റി പറഞ്ഞത് ശരിയാ. ഒരു സന്തോഷമുള്ള കാര്യം നടന്നിരിക്കുക. എന്നാൽ ആ സന്തോഷം ഉണ്ടാവാനുള്ള കാരണം മീരയാ. ആഹാ, എങ്കിൽ മീരയുടെ ഒരു കാര്യം പറയാനാ ഞാനും വന്നിരിക്കുന്നത്. എന്താ എന്റെ കാര്യം? അത് പറയാം. അതിനു മുൻപ് നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് ചേച്ചി, നഷ്ടത്തിലായിരുന്ന ആദർശിന്റെ ബാംഗ്ലൂരിലെ പ്രോജക്റ്റ് ലാഭത്തിലേക്കായെന്ന്. അതിന് കാരണം മീരയാണ്. മീര കൃത്യസമയത്ത് ഇടപെട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതുകൊണ്ടാണ് പ്രോജക്റ്റ് ലാഭത്തിലേക്കായത്. എല്ലാവർക്കും വേണ്ടി നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മാത്രമേ ആ കുട്ടിക്ക് അറിയൂ. പക്ഷേ മീരയ്ക്കിപ്പോ മോശ സമയാണ്. മോശ സമയം? ആന്റി എന്താ തമാശ പറയണം? മീര തൊടുന്നതെല്ലാം വിജയത്തിലേക്കാണ് പോകുന്നത്. പിന്നെ എങ്ങനെയാ മീരയുടെ സമയം മോശമാകുന്നത്?
കഴിഞ്ഞ കുറച്ച് നാളുകൾ എനിക്കും മീരയ്ക്കും മോശമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി തുടങ്ങിയിരിക്കുക. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ആദർശ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റോ ശരിയോ ആകാം. ഞാൻ അറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഈ കാര്യം തെറ്റാവണമെന്ന് തന്നെയാ എൻ്റെ ആഗ്രഹം. പക്ഷേ കണക്കുകൾ കള്ളം പറയില്ല, അത് തെറ്റാറില്ല. അതാണ് എൻ്റെ പേടി. എങ്കിൽ ആന്റി പേടിക്കണ്ട. ഇത്തവണ ആന്റിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു കാര്യങ്ങളും ചേച്ചി വെറുതെ പറയില്ലെന്നറിയാം. മീരയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചേച്ചി മനസ്സിലാക്കിയത്? എന്താ സംഭവിക്കാന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ അവളുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും സംഭവിക്കുമെന്ന് സമയം സൂചിപ്പിക്കുന്നത്. ഭഗവാനെ, ആ കുഞ്ഞിനൊന്നും വരാതെ കാത്തോളണേ. മുകുന്ദേട്ടാ. ആ മീര, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, വലിയ മാറ്റമൊന്നുമില്ലാതെ അങ്ങനെ പോന്നു. സൂരജിന്റെ കാര്യത്തില് ഇതുവരെ അറിവൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാനും ബീനാമ്മയും കൂടി ഇവിടെ വന്നിരുന്നു. അപ്പം മുകുന്ദേട്ടനെ ഇവിടെ ഒന്നും കണ്ടില്ല. ആണോ? പാവം, ബീനാമ്മ വലിയ സങ്കടത്തില. സൂരജിന് വേണ്ടി പ്രാർത്ഥിക്കാനാ ബീനാമ്മ വന്നത്. ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ഭഗവാനെ തേടി പോകുന്നത് ഭക്തിയല്ല മീര, അതൊരു തരം സ്വാർത്ഥതയാണ്. ഇന്ന് കൂടുതൽ പേരും ശ്രമിക്കുന്നതും ചെയ്യുന്നതും അത് മാത്രമാണ്. നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ ഒരു ഓഫീസിൽ അപേക്ഷ കൊടുക്കും പോലെ ക്ഷേത്രത്തിൽ ചെന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നു, അതിനായി വഴിപാടുകൾ നടത്തുന്നു. അതിനപ്പുറം ഈശ്വരനെ ആർക്കും വേണ്ട. മുകുന്ദേട്ടൻ അങ്ങനെ പറയരുത്. എനിക്ക് അമ്മയെ നഷ്ടപ്പെട്ട സമയത്ത് പലപ്പോഴും ഞാൻ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരു കൂട്ടിനായി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴാ ആ വിഗ്രഹം എനിക്ക് കിട്ടിയത്. അതിനുശേഷം ആ വിഗ്രഹവും ഭഗവാനും എനിക്ക് അമ്മയെ പോലെയായിരുന്നു. ചിലപ്പോ ഒരു കൂട്ടുകാരനെ പോലെ, ചിലപ്പോ ഒരു ജ്യേഷ്ഠനായിരുന്നു, ഗുരുവായിരുന്നു. എന്തായാലും ഭഗവാൻ ഇല്ലാതെ ഞാനില്ല എന്ന അവസ്ഥയിലായിരുന്നു ഇതുവരെ എന്റെ ജീവിതം കടന്നു വന്നത്. ഏയ്, മീര എന്നെ തെറ്റിദ്ധരിച്ചു. ഞാനിത് മീരയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഭൂരിപക്ഷം മനുഷ്യരുടെ മനോഭാവത്തെക്കുറിച്ച് പറഞ്ഞതാ. ഭൗതികമായ മനുഷ്യന്റെ ആവശ്യങ്ങൾക്കൊക്കെ അപ്പുറം ഈശ്വരനെ അറിയാനോ ഈശ്വരനെ സ്വന്തമാക്കാനോ ആർക്കും താല്പര്യവുമില്ല, സമയവുമില്ല. എല്ലാ മനുഷ്യരിലും ഈശ്വരനുണ്ട്. സ്വയം അറിയാൻ ശ്രമിച്ചാലും അത് ഈശ്വരനിലേക്കുള്ള വഴി തന്നെയാണ്. അവനവനെ അറിയുന്നവൻ ഈശ്വരനെ അറിയും. എന്തായാലും സ്വന്തം സങ്കടങ്ങൾ മാറാനായിട്ടെങ്കിലും തന്റെ ബീനാമയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയല്ലോ, അത് നല്ലതാണ്. പതിയെ പതിയെ തിരിച്ചറിവുകൾ മനസ്സിലുണ്ടായിക്കോളും. ഈശ്വരനിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുന്നത് ഒരു ജന്മം കൊണ്ടാവണമെന്നില്ല. പല ജന്മങ്ങൾ കൊണ്ടേ ആ വഴി മനുഷ്യൻ തിരിച്ചറിയും. പിന്നെയും പല ജന്മങ്ങൾ കൊണ്ടേ ആ യാത്ര മനുഷ്യൻ പൂർത്തിയാക്കൂ. ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്കൂ. മുകുന്ദേട്ടൻ പറഞ്ഞതുപോലെ ബീനാമ്മയുടെ പ്രാർത്ഥന ഭഗവാൻ ഇഷ്ടപ്പെടാതിരുന്ന സൂരജ് തിരികെ വരാതിരിക്കോ? അതിന് ബീനാമ്മയുടെ പ്രാർത്ഥന ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഭഗവാൻ ആരോടും ഇഷ്ടക്കേടോ ശത്രുതയോ താല്പര്യക്കുറവോ ഒന്നുമില്ല. എല്ലാവരുടെ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കും. അവരവരുടെ കർമ്മം അനുസരിച്ച് അത് സാധിക്കുകയും ചെയ്യും. സൂരജിന്റെ കാര്യത്തിൽ സമയമാകുമ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന സഫലമാകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മളുടെ ആ സമയത്തെ താല്പര്യങ്ങൾക്ക് എതിരായി സംഭവിക്കുമ്പോൾ നമുക്ക് ഈശ്വരനോട് പോലും ദേഷ്യം തോന്നിയേക്കാം. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു എന്ന് മനസ്സിലാവും. അതാണ് ഈശ്വരന് നമ്മളോടുള്ള കരുതലും സ്നേഹവും. എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതിനൊരു കാരണമുണ്ടാവും. നിർഭാഗ്യമെന്ന് നമ്മൾ കരുതുന്ന പലതും ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് കാരണമായി മാറും. സൂരജ് തിരിച്ചു വരാൻ നിങ്ങളെക്കാൾ അധികം പ്രാർത്ഥനയും കണ്ണീരുമായി കാത്തിരിക്കുന്ന ഒരാളുണ്ട്. അതെ, വിദ്യ. പാവം, അവൾ വല്ലാത്തൊരവസ്ഥയില്ല. മുകുന്ദേട്ടന് വിദ്യ അറിയാവുന്നതല്ലേ? അവളിപ്പോ ആ പഴയ അവസ്ഥയിലൊന്നും അല്ല, ആകെ തകർന്നു. ഹോസ്പിറ്റലിലും അമ്പലത്തിലും ഒക്കെ കൊണ്ടുപോയി വിദ്യയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മാവനും അമ്മായിയും ഒരുപാട് ശ്രമിക്കുന്നുണ്ട്.
മീരയും ഇടയ്ക്ക് പോയി വിദ്യയെ കാണണം. പറ്റാവുന്ന രീതിയിൽ സംസാരിച്ച് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കണം. അങ്ങനെ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് വിദ്യയെ തിരികെ കൊണ്ടുവരണം. അതൊക്കെ ഞാൻ വിചാരിച്ചാൽ സാധിക്കൂ? മീര ശ്രമിച്ചു നോക്കൂ. സാധിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റില്ല. മീര ചെല്ലുക, പ്രാർത്ഥനയോടെ ശ്രമിക്കുക. അതിനുള്ള മാർഗമൊക്കെ മീരയുടെ മനസ്സിൽ അപ്പോൾ തെളിഞ്ഞു വരും. ശരി മോന്തേട്ടാ, എന്നാൽ കഴിയുന്നതെന്തും വിദ്യയ്ക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ മനസ്സ് മതി. മീരയ്ക്ക് സാധിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എന്നാ ഞാൻ പോട്ടെ, ഇനി വരുമ്പോൾ കാണാം. ശരി. അമ്മായി, മീരമോളെ വാ, ഇരിക്കിങ്ങോട്ട്. മോള് എവിടെ പോയിട്ട് വന്നതാ? ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നതാ. പിന്നെ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് കരുതിയിരിക്കായിരുന്നു. ഇതിപ്പോ സമയം ഒത്തു കിട്ടിയപ്പോ വന്നിട്ട് പോവാന്ന് കരുതി. ആഹാ മോളെ, മുത്തശ്ശി, അവിടെ ഇരിക്കേ. മുത്തശ്ശിക്ക് സുഖല്ലേ? എന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് കാണുമ്പോ അതാ എന്റെ സുഖം. എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും അത് മാത്രമാ. വിദ്യയുടെ അമ്മായി? അവള് മുറിയിലുണ്ട്. അവിടുന്ന് പുറത്തിറങ്ങുന്നതേ ഇല്ല. ഇങ്ങനെ പോയാ എന്റെ മോളുടെ ജീവിതം എന്താകുമെന്ന് ഞാൻ ഓർക്കുന്നു. അമ്മായി വിഷമിക്കാതെ. എല്ലാ കാലവും വിദ്യ ഇങ്ങനെ ഇരിക്കൊന്നുമില്ല. എത്ര വലിയ മുറിവുണക്കാനും കാലത്തിന് പറ്റും. വിദ്യക്ക് മാറ്റം വരും. ആ പ്രതീക്ഷയിലാ മോളെ ഞങ്ങളെല്ലാവരും. ആശുപത്രികളിലും അമ്പലങ്ങളിലും എല്ലാം പോയി കഴിഞ്ഞു. ഇനിയിപ്പോ ഭഗവാൻ തന്നെ കനിയണം. പഴയതിൽ നിന്ന് വിദ്യക്ക് മാറ്റം ഉണ്ടല്ലോ, അതൊരു നല്ല ലക്ഷണമല്ലേ? അതെ, പക്ഷെ മാറ്റം വേണമെന്ന് അവളുടെ മനസ്സിൽ കൂടി ഒരു ചിന്ത ഉണ്ടാവണ്ടേ. സ്വയം മാറാൻ തയ്യാറാവാതെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടറും പറഞ്ഞത്. വിദ്യമോളുടെ മനസ്സില് ഒരുപാട് സങ്കടമുണ്ട്. അതെല്ലാം അവള് കരഞ്ഞു തീർത്ത ഒരുപക്ഷെ മാറ്റം വന്നേനെ. എല്ലാം ഉള്ളിലൊതുക്കി ചിന്തകളിൽ മാത്രം ഇരുന്ന എന്താ ചെയ്യാ? ഇത്രയും നാളും ഞാൻ ജീവിച്ചത് എന്റെ മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അവരുടെ ഭാവിയും അവരുടെ ജീവിതം സുരക്ഷിതാക്കി കൊടുക്കണമെന്ന ചിന്ത മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം എന്റെ കണ്ണിൽ നിസ്സാരമായ കാര്യങ്ങളായിരുന്നു. വിദ്യയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നമ്മൾ എല്ലാവരും ഉത്തരവാദികളാണ്. അതുകൊണ്ട് വിദ്യയെ പഴയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പരിശ്രമിക്കണം. എനിക്കെന്റെ മോളെ പഴയതുപോലെ തിരിച്ചു കിട്ടാൻ എന്നെ കൊണ്ടാവുന്ന എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കോണം മീര. ഇത് ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ പറ്റൂ. അരുതാത്ത എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവാൻ അതിൻ്റെതായ സമയമെടുക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. അതെ, എങ്കിലും എത്രയും പെട്ടെന്ന് സൂരജ് തിരിച്ചു വന്നിരുന്നെങ്കിൽ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടായേനെ. അങ്ങനെ സംഭവിച്ചാൽ നല്ലതായിരുന്നു. പക്ഷെ എല്ലാവരും ആവുന്ന രീതിയിൽ അന്വേഷിച്ചിട്ടും സൂരജിനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ലല്ലോ. സൂരജ് വരുമെന്ന് പ്രതീക്ഷിച്ച് വിദ്യയുടെ കാര്യത്തിൽ നമ്മൾ ഒന്നും ചെയ്യാതിരുന്ന എന്താവും അവളുടെ ഭാവി? ഇനിയുള്ള കാലം മുഴുവൻ ഒരു മുറിയിൽ തന്നെ അവൾ കഴിയേണ്ടി വന്ന അത് കണ്ടു നിൽക്കാനോ സഹിക്കാനോ എനിക്ക് പറ്റില്ല മീര. അവരുടെ ബന്ധത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഞാൻ. വിദ്യയെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചത് ഞാൻ. എന്റെ മോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്റെ ദുർവാശി മാത്രം. ഇതെല്ലാം ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഓരോ സമയത്തെ തോന്നലുകളിൽ മക്കൾക്ക് ശരിയെന്ന് കരുതി നമ്മൾ വാശി പിടിച്ച് ചെയ്യുന്നതൊക്കെ അവരുടെ ജീവിതം തകർക്കുന്ന കാര്യങ്ങളായി മാറിയ അത് സഹിക്കാൻ പറ്റൂ?
ആ കുറ്റബോധം നീറിപ്പുകഞ്ഞ് നമ്മളെ കൊല്ലാതെ കൊല്ലില്ലേ? അമ്മായി ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. അമ്മ ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം അതിനെ കൂടുതൽ വഷളാക്കിയുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മീര? അമ്മായി വിദ്യയോട് വളരെ പോസിറ്റീവായിട്ട് ഇടപെടണം. ജീവിക്കാനുള്ള ധൈര്യവും മോട്ടിവേഷനും വിദ്യയ്ക്ക് കൊടുക്കണം. സ്വയം കുറ്റപ്പെടുത്തി തളർന്നിരിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അമ്മായി വിദ്യയുടെ അമ്മയാ. എത്രയൊക്കെ സങ്കടം ഉണ്ടെങ്കിലും അമ്മയുടെ മടിത്തട്ടി കിടന്ന അതിനൊരു ശമനം ഉണ്ടാവും. മീരമോള് പറയുന്നത് ശരിയാ തന്നെ. പക്ഷേ അതിന് നീ ആദ്യം കണ്ണീരും പയ്യാരം പറിച്ചിലും നിർത്തി വിദ്യയോട് നല്ല രീതിയിൽ ഇടപെട്ട് തുടങ്ങണം. ശരി, ഞാൻ ഇനി മാറാം. എന്റെ മോൾക്ക് വേണ്ടി എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യാം. അത് മതി. ഞാനൊന്ന് വിദ്യയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ചെല്ലുമോളെ. മോൾ അടുത്തിരിക്കുന്നതും സംസാരിക്കുന്നതും വിദ്യക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. എന്താ അഭി നിന്റെ കയ്യില്? അതൊരാൾക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയതാ. ഗിഫ്റ്റോ? ആർക്ക്? അതൊക്കെ ഉണ്ട്. കാര്യം പറയാ അഭി, ഇത് ആർക്കാ? ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണെന്ന് തോന്നുന്നല്ലോ. അതമ്മ പറഞ്ഞത് ശരിയാ. മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് പറ്റിയ ചില തെറ്റുകള് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത് ഇപ്പോഴാ. അത് ബോധ്യായപ്പോ തിരുത്തണമെന്ന് തോന്നി. അതാ ഈ ഗിഫ്റ്റ് വാങ്ങിയത്. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ അമ്മയ്ക്ക് നേരിട്ട് മനസ്സിലാക്കാലോ. മീരേ, മീരേ, ഒന്നിങ്ങ് വാ. മീര ഇവിടെ ഇല്ല. ഇല്ലേ? എന്നിട്ടെന്താ അമ്മ അത് പറയാത്തത്? അതിന് നീ മീര എവിടെയാണെന്ന് എന്നോട് ചോദിച്ചില്ലല്ലോ. മീര വിദ്യയെ കാണാൻ പോയിരിക്കുക, ഉടനെ വരും. ശ്ശോ, വന്ന ഉടനെ മീരയ്ക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിച്ച് വന്നതാ ഞാൻ. കഷ്ടമായിപ്പോയി. ആഹാ, അപ്പൊ നീ ഗിഫ്റ്റ് വാങ്ങിയെന്ന് പറഞ്ഞത് മീരയ്ക്കാണല്ലേ? മീരയ്ക്ക് അഭി ഗിഫ്റ്റ് വാങ്ങിയോ? എന്താ, എന്റെ നാത്തൂന് എനിക്കൊരു സമ്മാനം വാങ്ങി കൊടുക്കാൻ പാടില്ലേ? അഭി, നീ ബോധത്തോടെ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? മീരയെ നീ നാത്തൂനായിട്ട് അംഗീകരിച്ചോ? നീ എന്നെ കളിയാക്കൊന്നും വേണ്ട ആദർശേ. മീരയെക്കുറിച്ച് എനിക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളോട് കുറച്ച് മോശമായി പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ എനിക്കെല്ലാം ബോധ്യായി. പിന്നെന്തിനാ ഞാൻ അവളെ അംഗീകരിക്കാതിരിക്കുന്നത്? ഏതായാലും നന്നായി. എന്നും ഒന്നിച്ചു കഴിയേണ്ടവരാ നിങ്ങൾ 4 പേരും. അങ്ങനെ കാണുന്നതാണ് എനിക്ക് സന്തോഷം. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ വഴക്കൂടുമ്പോ എനിക്ക് എത്രമാത്രം വിഷമായിരുന്നറിയൂ. എങ്കിലമ്മയ്ക്ക് ഇനി ഒരു വിഷമം വേണ്ട. ഞാൻ ഇനി മീരയോട് ഒന്നിനും വഴക്കുകൂടില്ല. അത് മതി. എങ്കിൽ പിന്നെ നീ ഗിഫ്റ്റ് ആദർശിനെ ഏൽപ്പിക്ക്. ആദർശ് മീരയ്ക്ക് കൊടുത്തോളൂ. അത് വേണ്ട. എനിക്ക് ഈ സാരി മീരയെ നേരിട്ട് ഏൽപ്പിക്കണം. അഭി തന്നെ നേരിട്ട് കൊടുക്കുന്നത് ശരി. അതെ, എനിക്കൊരു പ്രശ്നം വന്ന് ഞാൻ സഹായം ചോദിച്ചപ്പോ യാതൊരു ദേഷ്യവും മനസ്സിൽ വെക്കാതെ എനിക്കെന്റെ പ്രശ്നത്തിന് സൊല്യൂഷൻ പറഞ്ഞു തന്നത് മീരയാ. സ്വന്തം ആങ്ങളായിട്ട് പോലും ആദർശൻ എന്നെ സഹായിക്കണമെന്ന് തോന്നിയില്ലല്ലോ. അതിന് നീ എന്നോട് സഹായം ചോദിച്ചില്ലല്ലോ. ചോദിച്ച നീ സഹായിക്കുമായിരുന്നോ? ഞാൻ നശിച്ചു കാണാനായിരുന്നില്ലേ നീ ആഗ്രഹിച്ചത്? അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാകും. അതൊന്നുമല്ല. എന്നെ തോൽപ്പിക്കാനല്ലേ നീ റേറ്റ് കുറച്ച് കൊട്ടേഷൻ കൊടുത്തത്. എന്നിട്ട് എന്തായി? നിന്നെ രക്ഷിക്കാൻ മീര വരേണ്ടി വന്നില്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം താങ്ങും തണലുമായി വേണം നിൽക്കാൻ. അതൊക്കെ ശരിയാ. പക്ഷെ ഒരു കാര്യം ഓർക്കണം. ഇത്രയും വലിയൊരു ബിസിനസ്സുകാരൻ എന്ന് ജാട കാണിച്ച് നടക്കുന്ന ആദർശിനെ രക്ഷിക്കാൻ ബിസിനസ്സിൽ ഒന്നും അറിയാത്ത മീര വേണ്ടി വന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? മീരയ്ക്കൊന്നും അറിയില്ല എന്നുള്ളത് നിന്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു. എന്റെ ഭാര്യയുടെ കഴിവുകൾ എനിക്ക് നന്നായിട്ട് അറിയാം. അതിലെനിക്ക് വിശ്വാസമുണ്ട്. അത് അംഗീകരിക്കാതിരുന്നതും അവളെ കുറ്റം പറഞ്ഞ് അപമാനിച്ചുകൊണ്ടിരുന്നതും നീയാണ്. എനിക്ക് പറ്റിയ തെറ്റ് നിന്നിൽ ഓവറായിട്ട് പ്രതീക്ഷ വച്ചു എന്നതാണ്. നീ അന്ന് ബിസിനസ്സിലും ജീവിതത്തിലും ഏറ്റവും മികച്ചതെന്ന് ഞാൻ അങ്ങ് കരുതി. പക്ഷെ അത് തെറ്റായിരുന്നു എന്നും മീരയുടെ മുന്നിൽ നീ വെറും 0 ആണെന്നും എനിക്കിപ്പോ മനസ്സിലായി. അത് മനസ്സിലായപ്പോ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തുന്നു.
ഇനി ഇതും പറഞ്ഞ് രണ്ടുപേരും വഴക്ക് കൂടണ്ട. ഞാൻ വഴക്കുണ്ടാക്കാൻ പറഞ്ഞതല്ല, സത്യം പറഞ്ഞതാ. മീരെ ആദർശം ഓപ്പോസിറ്റ് ഒരു മത്സരത്തിൽ വന്ന ഉറപ്പായും ആദർശ് പരാജയപ്പെടും. അല്ല ആദർശ്? നീ അങ്ങനെ എന്റെ മോനെ കൊച്ചാക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് സത്യം അമ്മേ. അത് നമ്മളെക്കാൾ നന്നായി ഇവൻ അറിയാം. അതല്ലേ ഇവൻ മിണ്ടാതെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് മീര ബിൽഡേഴ്സ് ഇവൻ തുടങ്ങിയത് തന്നെ മീരയെ കണ്ടിട്ടാണെന്നാ. നീ എന്താ മോനെ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്തിനാ ഇവളോട് തർക്കിക്കുന്നത്? ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അത് ഇവളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യുന്ന എന്തിനാ? നീ എത്ര വലിയ ആളായാലും മീരയ്ക്ക് മുന്നിൽ നീ ഒന്നും അല്ല.